നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തികച്ചും പുതിയ, അതായത് കൃത്രിമമായി ആറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിന്റെ പിന്നിലെ ശാസ്ത്രമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? മെഡിക്കൽ സ്കാനുകൾ, ആണവോർജം, ഇതിനൊക്കെ വേണ്ട സ്പെഷ്യൽ ആറ്റങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് വെറുമൊരു കൗതുകം മാത്രമല്ല, നമ്മുടെയൊക്കെ ആരോഗ്യത്തെയും ഊർജത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഒരു പുതിയ ആറ്റമുണ്ടാക്കുന്ന ആ പ്രോസസ്സിലേക്ക് കടക്കുന്നതിനു മുൻപ് നമ്മൾ രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവയാണ് ഈ മുഴുവൻ പ്രക്രിയയുടെയും അടിത്തറ എന്ന് പറയാം. അപ്പോ എന്താണൊരു റേഡിയോ ഐസോട്ടോപ്പ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ അതൊരു എലമെന്റിന്റെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അസ്ഥിരമായ ഒരു പതിപ്പാണ്. ഇത് സാധാരണയായി പ്രകൃതിയിൽ കാണുന്നതല്ല, നമ്മൾ ലാബുകളിൽ, അതായത് ആക്സിലറേറ്ററുകളിലോ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പല മോഡേൺ ടെക്നോളജികളുടെയും താക്കോൽ ഇവയാണ്. ഇനി ന്യൂക്ലിയർ റിയാക്ഷൻ, ഇതൊരു പാചകക്കുറിപ്പ് പോലെയാണെന്ന് വിചാരിച്ചോളൂ. ഒരു പ്രൊജക്ടൈല്, അതായത് എറിയുന്നൊരു കണികയെ എടുത്ത് ഒരു ടാർഗറ്റ് ആറ്റത്തിലേക്ക് ശക്തിയായി ഇടിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് തികച്ചും പുതിയൊരാറ്റവും കൂടെ മറ്റു ചില ബൈ പ്രൊഡക്ട്സും കിട്ടും. അപ്പോ ഈ ഇടി വെറുതെ അങ്ങ് നടന്നാൽ മതിയോ? പോരാ, ഈ റിയാക്ഷൻ വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ടെന്ന് നമ്മൾ അളക്കാൻ പറ്റും. അതിനെയാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ടാർഗറ്റ് ആറ്റത്തിന് ഒരു ബുൾസായ് അഥവാ ഒരു ലക്ഷ്യസ്ഥാനമുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ആ ലക്ഷ്യം എത്ര വലുതാണോ നമ്മൾ എറിയുന്ന പ്രൊജക്ടൈൽ അതിൽ കൊള്ളാനുള്ള സാധ്യതയും അത്രയും കൂടും. അത്രയുള്ളൂ ക്രോസ് സെക്ഷൻ. ശരി, അപ്പൊ നമുക്ക് ആറ്റങ്ങളെ ഉണ്ടാക്കാനുള്ള ശാസ്ത്രജ്ഞന്മാരുടെ പാചക പുസ്തകത്തിലെ പ്രധാനപ്പെട്ട 3 റെസിപ്പികൾ പരിചയപ്പെടാം. അപ്പോ ഇതാണ് ആ 3 ന്യൂട്രോൺ ക്യാപ്ചർ, കോമ്പൗണ്ട് ന്യൂക്ലിയസ് റിയാക്ഷൻ, പിന്നെ ട്രാൻസ്ഫർ റിയാക്ഷൻ. ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാമല്ലേ? ആദ്യത്തേത് ന്യൂട്രോൺ ക്യാപ്ചർ. ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സംഭവം സിമ്പിളാണെന്ന് മനസ്സിലാവും. ഒരു ന്യൂട്രോൺ വന്ന് ടാർഗറ്റ് ന്യൂക്ലിയസിലങ്ങ് ഒട്ടിപ്പിടിക്കുന്നു, അത്രയുള്ളൂ. ഇത് ആറ്റത്തിന്റെ ഭാരം കൂട്ടും, അതിനെ എക്സൈറ്റഡ് ആക്കും, പലപ്പോഴും റേഡിയോ ആക്റ്റീവാക്കി മാറ്റുകയും ചെയ്യും. രണ്ടാമത്തെ രീതി കുറച്ചുകൂടി രസകരമാണ്. 2 കളിമണ്ണുരുളകൾ ഒന്നിക്കുന്നതുപോലെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പ്രൊജക്ടൈലും ടാർഗറ്റും ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ അസ്ഥിരമായ കോമ്പൗണ്ട് ന്യൂക്ലിയസായി മാറും. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ ന്യൂക്ലിയസ് അത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് മറന്നുപോകും. എന്നിട്ട് അതിന് തോന്നുന്ന രീതിയിൽ പുതിയ കണികകളായി വിഘടിച്ച് പോകും. അവസാനത്തേതാണ് ട്രാൻസ്ഫർ റിയാക്ഷൻ. ഇതൊരു ഡ്രൈവ് ബൈ കൈമാറ്റം പോലെയാണ്. അതായത് പ്രൊജക്ടൈൽ ടാർഗറ്റുമായി പൂർണ്ണമായി കൂടിച്ചേരുന്നില്ല. പകരം അതിന് ചെറുതായി ഒന്നുരസി 1-2 പ്രോട്ടോണുകളെയോ ന്യൂട്രോണുകളെയോ അങ്ങോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വാങ്ങുകയോ ചെയ്യും. ഓക്കെ, ഇത്രയും നേരം നമ്മൾ കുറെ തിയറിയൊക്കെ സംസാരിച്ചു. പക്ഷെ ഇതൊക്കെ വെറും പുസ്തകത്തിൽ മാത്രമുള്ള കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. ഈ റിയാക്ഷനുകളൊക്കെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെയാണ്. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കൂ. ആദ്യത്തേത് ന്യൂട്രോൺ ക്യാപ്ചർ. നമ്മൾ യുറേനിയത്തിൽ ഒരു ന്യൂട്രോൺ ഇടിപ്പിച്ച് പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അതാണ് നമ്മുടെ ആണവീന്ധനം. ഇനി രണ്ടാമത്തേത് കോമ്പൗണ്ട് ന്യൂക്ലിയസ് റിയാക്ഷൻ. മെഡിക്കൽ രംഗത്ത് പെറ്റ് സ്കാനറുകൾക്ക് ആവശ്യമായ ഓക്സിജൻ 15 ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. അതുപോലെ ഒരു വസ്തുവിൽ എന്തൊക്കെ മൂലകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കണ്ടെത്താനുള്ള ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് എന്ന ടെക്നിക്കിലും ന്യൂട്രോൺ ക്യാപ്ചർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എന്താണ് കാര്യം? എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ ആറ്റങ്ങളെ ഉണ്ടാക്കി അതിന്റെ ഫലങ്ങൾ അളക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി വരുന്നത്. ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ യഥാർത്ഥ ശക്തി ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ സംഖ്യ കണ്ടോ? 10 ശേഷം 13 പൂജ്യങ്ങൾ, അതായത് 100 ട്രില്യൺ. ഒരു ഹൈഫ്ലക്സ് റിയാക്ടറിനുള്ളിൽ ഓരോ സെക്കൻഡിലും ഒരു ചെറിയ ചതുരശ്ര സെന്റിമീറ്റർ സ്ഥലത്തുകൂടി കടന്നുപോകുന്ന ന്യൂട്രോണുകളുടെ എണ്ണമാണിത്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു അതിതീവ്രമായ അവസ്ഥ കാരണമാണ് നമുക്ക് റേഡിയോ ഐസോട്ടോപ്പുകൾ ഇത്ര കാര്യക്ഷമമായി ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഈ അളവുകൾക്ക് 2 വശങ്ങളുണ്ട്. ഒരു ഇരട്ട ഉപയോഗം. ഒരു വശത്ത് റിയാക്ടറിലെ ന്യൂട്രോൺ പ്രവാഹം എത്രയാണെന്ന് നമുക്കറിയാമെങ്കിൽ അതിൽ നിന്ന് പുറത്തുവരുന്ന റേഡിയോ ആക്ടിവിറ്റി അളന്ന് നമ്മുടെ ടാർഗറ്റിന്റെ ബുൾസൈ എത്ര വലുതാണെന്ന്, അതായത് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. ഇനി മറുവശത്ത്
ക്രോസ് സെക്ഷൻ നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി അളന്ന് ഒരു സാമ്പിളിൽ എത്രത്തോളം ഐസോടോപ്പ് ഉണ്ടെന്നും കൃത്യമായി പറയാൻ പറ്റും. ശരിക്കും ഒരു സൂപ്പർ പവർ അല്ലേ ഇത്? അപ്പോ പുതിയ ആറ്റങ്ങളെ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ഇതിന്റെ ഉദ്ദേശം. ഇതുവരെ കണ്ടെത്താത്ത ഐസോടോപ്പുകളെ തിരിച്ചറിയാനും ഒരു നിമിഷം മാത്രം നിലനിൽക്കുന്ന ആറ്റങ്ങളുടെ ഭാരമളക്കാനും സ്ഥിരതയില്ലാത്ത ന്യൂക്ലിയസുകളെപ്പറ്റി പഠിക്കാനും അങ്ങനെ ഒരുപാട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു താക്കോളുകൂടിയാണിത്. അപ്പോൾ ഈ ചർച്ചയുടെ കാതലിതാണ്. ഈ റിയാക്ഷനുകളിൽ നിന്ന് പുറത്തുവരുന്ന കണികകളെ പഠിക്കുന്നതിലൂടെ നമ്മളുണ്ടാക്കിയ ആ പുതിയ അസ്ഥിരമായ ആറ്റങ്ങളുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഉണ്ടാക്കുന്നതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന രഹസ്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ആറ്റങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർമ്മിക്കാനും മാറ്റം വരുത്താനുമുള്ള ഈ കഴിവുകൊണ്ട് ലോകം നേരിടുന്ന മറ്റെന്തൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും? ഒരുപക്ഷേ വൈദ്യശാസ്ത്രത്തിലാവാം, ഊർജ്ജരംഗത്താവാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഏതെങ്കിലും മേഖലയിലാവാം. ഒന്നാലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.